പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ 2025 ജനുവരി 29 അതായത് 1200 മകരമാസം 16 തീയതി ബുധവാരം. ഈ ബുധവാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നാളത്തെ ദിനത്തിനൊരു പ്രത്യേകത, നാളെ അമാവാസിയാകുന്നു. നാളെ പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ദിവസമാകുന്നു. പിതൃക്കളുടെ ദിനമാകുന്നു അമാവാസി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പിതൃകർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ നാളത്തെ ദിനം അതിനായി വിനിയോഗിക്കണം. പ്രീത പ്രേത സ്വമീബിർ വിദധതി സകലാഹ സമ്പദിച്ച. പ്രേതങ്ങൾ സന്തുഷ്ടരായി എല്ലാ സമ്പത്തുകളും തങ്ങളുടെ സന്താന പരമ്പരകൾക്ക് അവർ നൽകുന്നു. അതിനാൽ പിതൃകർമ്മം ഏറ്റവും വലിയ പുണ്യമാകുന്നു. അതനുഷ്ഠിക്കുന്നത് ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായും പാലിക്കേണ്ട ഒരു ആചാരമാകുന്നു. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:51 അസ്തമയം വൈകിട്ട് 6:24 നാളത്തെ നക്ഷത്രം കാലത്ത് 8:30 വരെ ഉത്രാടവും 8:30 ശേഷം തിരുവോണം നക്ഷത്രവുമാകുന്നു. തിരുവാതിര ശിവൻ്റെയും തിരുവോണം മഹാവിഷ്ണുവിൻ്റെയും നക്ഷത്രമാകുന്നു. അതിനാൽ ബുധനാഴ്ചയും ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെയും ചിന്തിക്കേണ്ട ദിനമാകുന്നു ബുധനാഴ്ച. അതിനാൽ ഈ മാസത്തെ, മകരമാസത്തെ ഈ ബലികർമ്മം യഥാർത്ഥത്തിൽ പിതൃക്കൾക്ക് വിഷ്ണുഗതി വരുത്തുവാൻ പര്യാപ്തമായിരിക്കും. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറ്റുമെങ്കിൽ തിരുനെല്ലിയിൽ പോയി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുക, വിഷ്ണുപാദങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സമാധാനമായി പിതൃകർമ്മം ചെയ്തു വരിക. വളരെയധികം ശോഭനമായ ഒരു ഭാവി അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നാളെ മറ്റൊരു കർമ്മങ്ങളും അമാവാസിയിൽ നാം അനുഷ്ഠിക്കാറില്ല. നക്ഷത്രം നല്ലതാണ്, ദിനം നല്ലതാണ്, പക്ഷേ അമാവാസിയാണ്. അതിനാൽ മേൽപ്പലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളൊന്നും നൽകാൻ പാടില്ല. നാളെ വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് നാളത്തെ ദിനം ഏറ്റവും ശോഭനമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ അമാവാസി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.